മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചർച്ചകൾ അനാവശ്യമാണെന്ന് ശശി തരൂർ എം പി. ആദ്യം കെട്ടിട നിർമ്മാണം പൂർത്തിയാകട്ടെ എന്നും എന്നിട്ട് ഫർണിച്ചർ വാങ്ങാമെന്ന് അദ്ദേഹം ഇത് സംബന്ധിച്ച ചോദ്യത്തോട് മാധ്യമപ്രവർത്തകരോട് മറുപടി നൽകി. സത്യസായി ബാബ ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കവെയാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത്. ഇത്തരം ചർച്ചകൾ അനാവശ്യമായതിനാൽ തന്നെയാണ് തന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകാത്തതെന്നും ശശി തരൂർ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. സാമുദായിക നേതാക്കളെ കാണുന്നതിൽ തെറ്റില്ല, അവരെ കാണുന്നത് പൊതുപ്രവർത്തകന്റെ ചുമതലയാണെന്ന് തരൂർ പറഞ്ഞു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ കെ സുധാകരൻ, വി ഡി സതീശൻ, ശശി തരൂർ, കെ സി വേണുഗോപാൽ തുടങ്ങിയ മിക്ക നേതാക്കളുടെ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം ചെന്നിത്തല നടത്തിയ നീക്കമാണ് ഈ ചർച്ചയെ ചൂടുപിടിപ്പിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നേതാക്കൾക്കിടയിൽ ഇപ്പോഴേ കലഹം തുടങ്ങിയോ എന്ന ചോദ്യത്തിന് ആ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്ന കീഴ്വഴക്കം കോൺഗ്രസിനില്ലെന്നും ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2021 പ്രതിപക്ഷ നേതാവായിരുന്ന തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരും ഉയർത്തിക്കാട്ടിയിട്ടില്ലല്ലോ എന്നാണ് ചെന്നിത്തല ചോദിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചർച്ച വേണ്ടെന്നും അദ്ദേഹം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചർച്ച വേണ്ട, ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, അതിലാകണം ചർച്ച വേണ്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് തന്നെയാണ് നിലവിലെ മുഖ്യ ലക്ഷ്യമെന്നും ചെന്നിത്തല പറഞ്ഞു. താനെന്നും കോൺഗ്രസിന് വേണ്ടി നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഒരക്ഷരവും എതിർത്ത് പറഞ്ഞില്ല. പാർട്ടിയുടെ പ്രവർത്തകരായി നിൽക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് താൻ എന്തായാലും ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ആരാണ് ചർച്ചയുണ്ടാക്കിയതെന്ന് കണ്ടുപിടിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അനാവശ്യ ചർച്ചകൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തല ഇക്കാര്യം വ്യക്തമാക്കി. താൻ KPCC പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 70% വിജയം നേടിയത്. അതേ വിജയം ഇത്തവണയും ഉണ്ടാകണം. വമ്പിച്ച വിജയം ഉണ്ടാകാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ നിയമസഭയിൽ വിജയിക്കാൻ സാധിക്കൂ എന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ സമയത്ത് ജനവികാരം ഫലപ്രദമായി ഉപയോഗിക്കാനാകണം സാദിഖലി തങ്ങൾ തന്നെക്കുറിച്ച് എഴുതിയത്, മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അടുത്തിടെ ചെന്നിത്തല NSS വേദിയിലും സമസ്ത വേദിയിലും സജീവമായിരുന്നു. ചെന്നിത്തല NSS മഞ്ഞുരുകലിന് കാരണമായത് PJ കുര്യന്റെ ഇടപെടലായിരുന്നു. മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ക്ഷണം ലഭിച്ചത് ചെന്നിത്തലയും PJ കുര്യനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. മാസങ്ങൾക്ക് മുൻപ് PJ കുര്യന്റെ വസതിയിലെത്തി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ചെന്നിത്തല മന്നം സമാധിയിലെ താരമായത്. രമേശ് ചെന്നിത്തല കൂടുതൽ സജീവമായി രംഗത്തിറങ്ങിയതോടെയാണ് കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. UDFന് ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്തരം ചർച്ചകൾ തുടങ്ങിയത്. എന്നാൽ അത്തരം ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നാണ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കുന്നത്.